സമ്മർ ക്യാമ്പിൻ്റെ 2ാം ദിവസമാണ് ഇന്ന് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും 2ാം ദിവസം എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. എന്താണ്? ഇന്ന് ലാസ്റ്റ് ഡേയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യുക. ഈ ക്യാമ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ക്യാമ്പ് കഴിഞ്ഞ് ഇവിടെ നിന്ന് മടങ്ങി പോകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഒരുപാട് സന്തോഷത്തോടെ, ഒരുപാട് അറിവുകൾ സമ്പാദിച്ച്, ഒരുപാട് തിരിച്ചറിവുകളോടെ വേണം പോകാനായിട്ട്. രണ്ടാം ദിവസത്തെ ആദ്യ സെഷനായ മൈൻഡ് മീറ്റ്സ് കൾച്ചർ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ക്യാമ്പ് നയിക്കുന്ന ബ്രഹ്മചാരി വിശ്വനാഥ അമൃത ചൈതന്യ വേദിയിലെത്തി. നിലവിൽ അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലെ കോർപ്പറേറ്റ് ആൻഡ് ഇൻഡസ്ട്രി റിലേഷൻസ് ഡയറക്ടറായി പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചാണ് ക്യാമ്പസിലേക്ക് സ്വീകരിച്ചത്. നമ്മൾ കാണുന്നത് പലതും ഉള്ളതുപോലെ അല്ല. മനസ്സിലായോ? നമ്മുടെ ജീവിതവും അതുപോലെയാണ്. അവർ ലൈഫ് ഈസ് ഓൾസോ ലൈക്ക് ദിസ്. മെനി തിങ്സ് വി തിങ്ക് ഇറ്റ് ഈസ് റിയൽ. It actually is not real. Facts are different. That is why importance of studies of science. ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യയുടെ നേതൃത്വത്തിൽ ഗുണപരവും ഓരോ വ്യക്തിയും സ്വജീവിതത്തിൽ പകർത്തേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് വളരെ സജീവമായ ഒരു ക്ലാസ് തന്നെ പിന്നീട് അവിടെ നടക്കുകയുണ്ടായി. ആയോധന കലകളുടെ ലോകത്തേക്കായിരുന്നു കളിയിലൽപ്പം കാര്യം പിന്നീട് കടന്നു ചെന്നത്. ആയോധന കലകൾ അഭ്യസിക്കുന്നത് ഏകാഗ്രത വർദ്ധിപ്പിക്കുവാനും ശാരീരിക ക്ഷമത നിലനിർത്തുവാനും ഒപ്പം നമ്മുടെ മനോബലം കൂട്ടുവാനും ഉപകരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പണ്ടുകാലം മുതൽക്കേ കളരി പോലെയുള്ള പാരമ്പര്യ മുറകൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ അഭ്യസിച്ചു വരുന്നത്. കളരിപ്പയറ്റ് അഭ്യാസിയും ആയോധന കലാ പരിശീലന രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യവുമുള്ള ഡോക്ടർ മഹേഷ് ഗുരുക്കളാണ് കളരിയുടെ സെഷന് നേതൃത്വം നൽകിയത്. ഒരു ലഘു വീഡിയോ പ്രദർശനത്തോടെ ആരംഭിച്ച ക്ലാസ്സിലൂടെ കളരിപ്പയറ്റിന്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചും ആയോധനാ മുറകൾ അഭ്യസിക്കേണ്ടതിന്റെ ആവശ്യകതകളെക്കുറിച്ചുമെല്ലാം ഗുരുക്കൾ കുട്ടികളോട് വിശദീകരിക്കുകയുണ്ടായി. നമ്മൾ ആദ്യം കളരിയിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഭൂമിയെ തൊട്ട് നമസ്കരിക്കും. ഭൂമിയും നമ്മളുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. പിന്നെ നമ്മൾ ഗുരുവിനെ നമസ്കരിക്കും. അവിടെ പൂത്തറകൾ കണ്ടിട്ടില്ലേ? കളരിയിൽ ഇങ്ങനെ പൂത്തറകളൊക്കെ വെച്ചിരിക്കുന്നത് അല്ലേ? ആ എനർജി സ്പേസുകളെ നമസ്കരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യും. പരസ്പര ബഹുമാനം ഉണ്ടാക്കും, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാക്കും. അതിനുശേഷമാണ് നമ്മൾ കളരി പ്രാക്ടീസ് ചെയ്യുന്നത് തന്നെ. അനന്തരം കാഴ്ചക്കാരുടെ സിരകളെ ത്രസിപ്പിച്ച നിരവധി കളരി അടവുകളുടെ അംഗത്തട്ടായി അവിടെ മാറി. അഭ്യാസ പ്രകടനങ്ങൾക്ക് ശേഷം സ്വയരക്ഷയ്ക്കുള്ള ഏതാനും അടവുകൾ കുട്ടികൾക്കായി പകർന്നു നൽകിയ മഹേഷ് ഗുരുക്കളും സംഘവും അമൃത ടിവിയുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയാണ് വേദി വിട്ടത്. മായാജാലത്തിന്റെ വിസ്മയ ലോകത്തേക്കായിരുന്നു കളിയിലൽപ്പം കാര്യം പിന്നീട് കടന്നു ചെന്നത്. സെഷന് നേതൃത്വം നൽകാനായി എത്തിയ നിരവധി വർഷങ്ങളായി ഈ രംഗത്തെ സജീവ സാന്നിധ്യവും ഒട്ടനവധി വേദികളിൽ പ്രകടനം നടത്തി ശ്രദ്ധ നേടിയ വ്യക്തിയുമായ മജീഷ്യൻ ശ്രീ മനു പൂജപ്പുരയെ ഏറെ സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് ആനയിച്ചു. ശേഷം ഇന്ദ്രജാലത്തിന്റെ ഒരു അത്ഭുത ലോകം തന്നെ ശ്രീ മനു പൂജപ്പുര കുട്ടികൾക്കായി ഒരുക്കി. മുതിർന്നവരിൽ പോലും ആശ്ചര്യമുളവാക്കിയ ഗംഭീര മായാജാല പ്രകടനങ്ങൾ ഏറെ കൗതുകത്തോടെയാണ് ക്യാമ്പ് അംഗങ്ങൾ ദർശിച്ചത്. ഒറ്റയ്ക്കുള്ള പ്രകടനത്തിന് പുറമെ ഏതാനും ക്യാമ്പ് അംഗങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചിലയിനം മാജിക്കുകൾ വേദിയിൽ അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മനു പൂജപ്പുരയ്ക്ക് സാധിച്ചു.
നല്ല ഭക്ഷണം, നല്ല ആരോഗ്യം, ഇതായിരുന്നു മാജിക്കിന് ശേഷമുള്ള സെഷനായ ഫുഡ് ആൻഡ് വെൽനെസിന്റെ ടാഗ് ലൈൻ. തിരുവനന്തപുരം അമൃത കൈരളി വിദ്യാഭവനിലെ ന്യൂട്രീഷനിസ്റ്റ് ശ്രീമതി ഡോക്ടർ ഹരിപ്രിയ നടരാജായിരുന്നു ഈ വിഷയത്തിൽ കുട്ടികളെ അഭിസംബോധന ചെയ്തത്. വേദിയിലെത്തിയ ഡോക്ടർ ഹരിപ്രിയ നടരാജനെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. നമ്മുടെ ബ്രെയിനിലേക്കുള്ള എനർജി തരുന്നത് ആരാണ്? നമ്മൾ രാവിലെ കഴിക്കുന്ന പ്രഭാത ഭക്ഷണമാണ് നമ്മുടെ തലച്ചോറിനു വേണ്ട എനർജി നമുക്ക് തരുന്നത്. ഈ എനർജി കിട്ടിയില്ല എന്ന് വിചാരിക്കുക, നമ്മുടെ അന്നത്തെ ഹോൾ ഡേയിൽ നമ്മുടെ തലച്ചോറ് ശരിയാവണ്ണം വർക്ക് ചെയ്യില്ല. നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണശൈലി സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ ലളിതമായി അവതരിപ്പിച്ചപ്പോൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാ കുട്ടികളും അതീവ ശ്രദ്ധയോടെ അത് കേട്ടിരുന്നു. ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൽ നല്ല ഭക്ഷണത്തിനുള്ള പങ്കിനെക്കുറിച്ച് വ്യക്തമാക്കിയ ഡോക്ടർ ഹരിപ്രിയ ഡ്രൈ ഫ്രൂട്ട്സ് ലഡു അടക്കമുള്ള ചില ഹെൽത്തി ഫുഡിന്റെ നിർമ്മാണത്തിൽ കുട്ടികൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. കുട്ടികൾക്കൊപ്പം മാതാപിതാക്കൾക്കും കൂടി ഏറെ പ്രയോജനപ്രദമായ ഈ സെഷൻ അവസാനിച്ചത് ഡോക്ടർ ഹരിപ്രിയയ്ക്ക് നൽകിയ സ്നേഹോപഹാരത്തോടെയായിരുന്നു. ജേർണലിസത്തിന്റെ വിശാലമായ ലോകത്തേക്കായിരുന്നു കളിയിലൽപ്പം കാര്യം പിന്നീട് കുട്ടികളെ നയിച്ചത്. ജേർണലിസത്തിന്റെ അടിസ്ഥാനശിലയായ എത്തിക്സ് ഓഫ് ജേർണലിസം, പത്രപ്രവർത്തന മേഖലയിലെ നവതരംഗമായ മൊബൈൽ ജേർണലിസം എന്നീ വിഷയങ്ങളിലായിരുന്നു പ്രധാനമായും ഈ സെഷനിൽ കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകിയത്. അമൃത ന്യൂസ് സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ കൃഷ്ണകുമാർ ആയിരുന്നു ഈ വിഷയങ്ങളിൽ ക്യാമ്പ് നയിച്ചത്. ജേർണലിസത്തിന്റെ എത്തിക്സിനെ കുറിച്ച് കൃഷ്ണകുമാർ പങ്കുവച്ച ഓരോ പാഠങ്ങളും അതീവ ശ്രദ്ധയോടെയാണ് കുട്ടികൾ കേട്ടിരുന്നത്. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യം, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഫോണിലൂടെ വളരെ എഫക്റ്റീവായി നിങ്ങൾക്ക് എങ്ങനെ പ്രതികരിക്കാം, നിങ്ങൾക്ക് എങ്ങനെ സമൂഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനെ പറയുന്ന പേരാണ് മോജോ എന്നറിയപ്പെടുന്ന മൊബൈൽ ജേർണലിസം. ജേർണലിസത്തെക്കുറിച്ച് ഏറെ ആധികാരികമായ അറിവ് കുട്ടികളുമായി പങ്കുവച്ച ശ്രീ കൃഷ്ണകുമാർ അവർക്കിടയിൽ മൊബൈൽ ജേർണലിസം അഥവാ മോജോയെക്കുറിച്ചുള്ള ധാരണയും വളർത്തിയെടുക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തി. ഒപ്പം ന്യൂസ് റിപ്പോർട്ടിംഗിലും മോജോയിലും വേണ്ട പരിശീലനം നൽകിക്കൊണ്ടായിരുന്നു അദ്ദേഹം തന്റെ സെഷൻ അവസാനിപ്പിച്ചത്.